ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം പലരും നേരിടുന്ന പ്രശ്നമാണ് അകാല നര അല്ലേ. കൊച്ചു കുട്ടികൾ പോലും ഈ ഒരു നര കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഡൈയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഈ ഡൈയുടെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മളെ നരച്ച ഹെയറൊക്കെ കറുപ്പായി കിട്ടാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാതളത്തിൻ്റെ തൊലിയാണ് കേട്ടോ. നമ്മൾ മാതളം കഴിച്ചു കഴിഞ്ഞാൽ ഈ തൊലി കളയാറാണ് പതിവ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഇത്രയും യൂസ് ഉണ്ടെന്ന് ഇതിലിവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നല്ലപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതുണ്ടോ, നല്ലതുപോലെ തന്നെ ഒടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കാം. അതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ചെറിയ തരികൾ നമുക്ക് കിട്ടുമല്ലേ. ഒന്ന് അരിച്ചെടുക്കണേ. പഴയ അരിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിൽ ചെറിയ തരികളായിരിക്കും നമുക്ക് യൂസ് ആകുന്നത്. ബാക്കിയുള്ള തരികൾ നമ്മൾ കുപ്പിയിലെല്ലാം ഇട്ട് അടച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അടുത്തത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്കിത് പൊടിച്ചിട്ട് അരിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നല്ലതുപോലെ പൊടിച്ച് അരിച്ചെടുത്തതാണേ. ഇത് രണ്ടും കൂടി ഇരുമ്പ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇരുമ്പ് പാത്രത്തിലാകുമ്പോൾ അയണിൻ്റെ അംശം കൂടി ഈ പൊടിക്ക് കിട്ടി അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് തലയിൽ തേക്കിയ സമയത്ത് കിട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പ് പാത്രം യൂസ് ആക്കുന്നത്. ഇതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് തരത്തിലുള്ള കാപ്പിപ്പൊടിയായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഇപ്പോഴേ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് സമയം ഇരുമ്പ് പാത്രത്തിൽ കിടന്നൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നപ്പോൾ തന്നെ കണ്ടോ ആ ഒരു കളറിൽ വന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാവും. നല്ലതുപോലെ തന്നെ കറുപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ നേരിട്ട് ഇതേപോലെ യൂസ് ആക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡൈ ആയിട്ടല്ല നമ്മൾ യൂസ് ആക്കുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ മുടി കറുപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ആക്കുന്നത്. ഒരു വെള്ള തുണിയിലോട്ട് ഇതിൻ്റെ ആ ഒരു കൂട്ട് ചേർത്തിട്ട് കാണിച്ചിട്ട് എത്രമാത്രം ബ്ലാക്കാണെന്ന് കണ്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ കറുപ്പായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ, ഞാൻ ഇപ്പോൾ വളരെ കുറച്ചായിട്ടേ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കോ അല്ലെങ്കിൽ വേറൊരു ഡപ്പയിലെല്ലാം ഇട്ടിട്ട് സൂക്ഷിക്കുകയോ ചെയ്യാം. ഇതും അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നേരത്തെ പൊടിച്ചെടുത്ത പോലെ ആ ഒരു രീതിയിലാക്കിയിട്ടാലും സൂക്ഷിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതൊന്ന് കലക്കിയെടുത്ത് യൂസാക്കി എടുത്താൽ മതി. ആ സമയത്തൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ടാണ് ഇത് കലക്കിയെടുക്കേണ്ടത് കേട്ടോ. ഞാൻ അതിലോട്ട് കുറച്ച് തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാപ്പി വെള്ളമോ തേയില വെള്ളമോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് ഞാൻ നമ്മളെ അടുക്കളയിൽ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ മധുരക്കിഴങ്ങ് അക്കൂരത്തിൻ്റെ അകത്ത് വെച്ചിട്ട് വളർത്തിയെടുക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഒരു ചെറിയത് കണ്ട മധുരക്കിഴങ്ങ് കിട്ടിയപ്പോഴത്തേക്കും ഞാനൊരു പൊട്ടിയ ഗ്ലാസ്സിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ താത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വളർന്ന് വരുന്നുണ്ട്. അതേപോലെ ആ വേരൊക്കെ നല്ലതുപോലെ തന്നെ അതിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ കരുതി കുറച്ച് ഇങ്ങനെ വളർത്തിയതിന് ശേഷം നമുക്കൊന്ന് ചാക്കിൽ മറ്റും ആക്കി കൊടുക്കാം. അതിങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളൊന്ന് കാണിച്ചേ. നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലോട്ടൊരു അരമുറി നാരങ്ങ കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങ നീര് യൂസ് ആകും കേട്ടോ. അപ്പോൾ തിളച്ച് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുറുകി വരട്ടെ കേട്ടോ. നല്ലതുപോലെ കുറുവേണ്ട കാര്യമില്ല. ഒന്ന് ആ വെള്ളം ഒന്ന് ഒത്തിരി കട്ടിയായി വരട്ടെ. ഇത് നമ്മളെ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മൾ ആ പൊടിയോട് കൂടിയിട്ടാണല്ലോ വെള്ളം ഒഴിച്ച്. ആ പൊടി നമുക്ക് ഇതേപോലെ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നര വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയായിട്ട് 1-2 നര അല്ലാണ്ട് നല്ല കടുത്ത രീതിയിൽ തന്നെ നര ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തന്നെ കുറുക്കിയെടുത്തില്ല അതിലോട്ട് ഇതേപോലെ ആ തേയില വെള്ളം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ കുറിയ പരുവത്തിലോ കുറച്ച് എണ്ണ കൂടി ചേർത്തതിന് ശേഷം നമ്മൾ തലയിൽ അതേപോലെ തേച്ച് കുളിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ അരിച്ചെടുത്ത ഒരു കൂട്ടാണ്.
അതിപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബ്ലാക്ക് നിറം കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ തലയോട്ടി നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മളിത് ചെയ്തു കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്കിത് യൂസായി കൊടുക്കുക, യാതൊരു സൈഡ് എഫക്റ്റും അങ്ങനെ ഒന്നുമില്ല. ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് തലയോട്ടി നേരിട്ട് സ്പ്രേ ചെയ്തിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം. ഷാമ്പൂ അങ്ങനെ ഒന്നും യൂസാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞപ്പോൾ നല്ല നരമുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 or 4 തവണ യൂസാക്കിയാലും കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ ആഴ്ച 2 തവണ യൂസാക്കി പോയാൽ മതി കേട്ടോ. ഇപ്പം നല്ല നരമുള്ളവർ ഒരാഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയതിന് ശേഷം പിന്നെ വരുന്ന ആഴ്ചകളിൽ 3 or 4 പ്രാവശ്യമാക്കി അങ്ങ് യൂസാക്കി പോയാലും മതി കേട്ടോ. അപ്പോൾ ഇന്ന് തേച്ച് നാളെ മുടി കറുത്തില്ല എന്ന് പരാതിയല്ല പറയേണ്ടത്. നമ്മളിത് സ്ഥിരം യൂസായി വരുമ്പോഴത്തേക്കും നമ്മൾ നരച്ച മുടി കൃത്യമായിട്ട് കറുപ്പായി വന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.